ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉത്സവ സീസണാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ നമുക്ക് ഉത്സവം പോസ്റ്റർ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ പിക്സാർട്ടിലാണ് കേട്ടോ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പിക്സാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഇതിലോട്ട് തന്നെ ആഡാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടെ ഒന്ന് കളറാക്കാൻ വേണ്ടി കുറച്ച് മെറ്റീരിയൽസും കൂടെ നമുക്കിതിൽ ആഡാക്കി കൊടുക്കാം. ആഡഡ് ഫോട്ടോയിലോട്ട് ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് ആഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് റിമൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ സൈഡിലോട്ട് നിൽക്കാൻ നേരം ബ്ലെൻഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ ലൈറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇത് എവിടെയാണോ കൊണ്ടുവയ്ക്കേണ്ടത് ആ ഒരു സ്ഥാനത്ത് കൊണ്ടുവച്ച ശേഷം ഇത് ഭയങ്കര ഷാർപ്പായിട്ടല്ല ഇരിക്കണേ. അപ്പം മുകളിലുള്ള അപ്പോൾ ആ ഒരു ഇറേസ് ബാറിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഇറേസിൽ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ സൈസ് കൂട്ടിയിട്ട് ഹാർഡ്നെസ് കുറച്ചിട്ട് ആ ഒരു ശൂലത്തിൻ്റെ ആ ഒരു സൈഡ് ഭാഗമൊക്കെ ഇങ്ങനെ ഒന്ന് ഇറേസ് ചെയ്ത് കളയുക. അപ്പോൾ ആ ഒരു പിക്ചറിലോട്ട് ഈ ഒരു പിക്ചർ ബ്ലെൻഡായ പോലെ ഉണ്ടാവും. ഒരു ഷെയ്ഡ്, ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ അതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ വേറൊരു ഇമേജ് ഇതിലോട്ട് ആഡാക്കുകയാണ്. അപ്പോൾ ആഡഡ് ഫോട്ടോയിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഇമേജ് ഞാൻ ഇതിലോട്ട് ആഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ഫയർ ഇമേജ് ആണ്. എന്നിട്ട് അത് നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് സൂം ചെയ്ത് വെച്ചിട്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു ബ്ലെൻഡ് ഓപ്ഷനിൽ പോയിട്ട് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ നല്ല രീതിക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ അതിൻ്റെ ഒപ്പാസിറ്റി നിങ്ങളൊന്ന് കുറച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു പിക്ചറിലോട്ട് അത് ബ്ലെൻഡായ പോലെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലെ എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ ഇതേപോലെ ഇങ്ങനെ ആഡാക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നെക്സ്റ്റ് ഒരു ഇമേജ് ആഡാക്കിയിട്ടുണ്ട്. ഇത് ആ ഒരു തെയ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൂടെ പറക്കുന്ന രീതിയിലുള്ള ഒന്ന് സെറ്റ് ചെയ്യാൻ പോകുന്നത്. എന്നിട്ട് ആ ഒരു ബ്ലെൻഡ് ഓപ്ഷനിൽ പോയിട്ട് സ്ക്രീൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗത്താണ് വെക്കേണ്ടത് വെച്ചാൽ ആ ഭാഗത്ത് ഇതുപോലെ കൊണ്ടുവയ്ക്കാം. അപ്പോൾ ആ ഒരു തെയ്യത്തിൻ്റെ മുകളിലൂടെ അത് പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇറേസ് ബാറിൽ ക്ലിക്ക് ചെയ്ത ശേഷം തെയ്യത്തിൻ്റെ ആ ഒരു ഫേസിലോട്ട് വരുന്ന ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ഇറേസ് ചെയ്ത് കളഞ്ഞാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ ഈ ഒരു ഇമേജ് പോകുന്ന പോലെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ഇമേജസ് ഇതിൽ ആഡാക്കണോ അതൊക്കെ ഇതുപോലെ ആഡാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ഇമേജസൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത് പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസും വേറെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് പിക്ചേഴ്സും ഒക്കെ ഞാൻ എൻ്റെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിക്കർ ഓപ്ഷൻ അല്ലേ താഴെ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒത്തിരി ഫയർ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ തീപ്പൊരി പറന്ന പോലത്തെ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊക്കെ അത് വേണമെങ്കിൽ നിങ്ങളത് ആഡാക്കി കൊടുക്കാം. ഇനി ഞാൻ അതിലോട്ട് ലൈറ്റ് എഫക്റ്റും കൂടെ ഞാൻ ആഡാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സെർച്ച് ചെയ്യാണ്. ലൈറ്റ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ ഒത്തിരി ലൈറ്റ് എഫക്റ്റ് അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു ഇമേജ് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എവിടെയാണ് നിങ്ങൾക്ക് കൊണ്ടുവയ്ക്കേണ്ടത് അവിടെ കൊണ്ടുവച്ചിട്ട് അതിൻ്റെ ഒപ്പാസിറ്റി കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ ഒരു ഇമേജ് എങ്ങനെ വരണം എന്നുള്ളത്. അതനുസരിച്ച് നിങ്ങൾ ഓരോ ഇമേജസ് ഇതിൽ ആഡാക്കി കൊടുത്തിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ഇതിൽ ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നിങ്ങളൊന്ന് സേവ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അടുത്തത് അലൈറ്റ് മോഷനിലാണ് നമ്മൾ മലയാളം ഫോണ്ടൊക്കെ ആഡാക്കുന്നത്. അപ്പോൾ നിങ്ങൾ അലൈറ്റ് മോഷൻ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ഒരു പ്ലസ് ഐക്കൺ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മീഡിയയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ആ ഇമേജ് ഇതിലോട്ട് ആഡാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് മലയാളം ഫോണ്ട് എങ്ങനെയാണ് ആഡാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കോഡ് FML എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അത് നിങ്ങൾ പ്ലേ സ്റ്റോറിലൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. എന്നിട്ട് നിങ്ങൾ അവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഉത്രാളിക്കാവ് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഉത്രാളിക്കാവ് പൂരം എന്നാണ് കേട്ടോ ഞാൻ അടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങളതൊന്ന് കോപ്പി ചെയ്യണം. കോപ്പി ചെയ്യാൻ ആ ഒരു ബ്ലൂ ബോക്സിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നിങ്ങൾ വീണ്ടും അലൈറ്റ് മോഷനിലോട്ട് വരിക. എന്നിട്ട് ആ ഒരു പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ ടെക്സ്റ്റ് എന്നുണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഈ ഒരു കോപ്പി ചെയ്തത് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പോൾ അതൊരു കോഡ് രൂപത്തിലാക്കിയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പൂരം എന്നുള്ള ഭാഗം ഒന്ന് ഇറേസ് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമുക്കിത് മലയാളം ഫോണ്ടിലോട്ട് ആക്കണം. അപ്പോൾ നിങ്ങൾ ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത ശേഷം വ്യൂ ഓൾ ഫോൺസ് എന്നുണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഒത്തിരി മലയാള ഫോണ്ട് കാണാം. ഇത് ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിലോട്ട് ആക്കിയെന്ന് നോക്കിയാലോ. അത് നിങ്ങൾ ആ ഒരു 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് ഫോൺസ് എന്നുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ മലയാള ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചത് നമ്മൾ ഇതിലോട്ട് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കുക. ഇനി നമുക്കിതിന് ഏത് ഫോണ്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ അതൊന്ന് സെറ്റാക്കിയിട്ട് അതൊന്ന് ബ്ലാക്ക് കളറിലോട്ട് ആക്കി കൊടുക്കുക കേട്ടോ.
ഇനി നമുക്ക് ഈ ഒരു ഫോണ്ട് ഗോൾഡൻ ടെക്സ്ചറിലോട്ട് മാറ്റണം. അതിനുവേണ്ടി നിങ്ങൾ ആ ഒരു കളർ ആൻഡ് ഫിൽ എന്നുള്ളില്ലേ താഴെ കാണുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു നാലാമത്തെ ആ ഒരു സ്റ്റാർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് മീഡിയയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇതിലൊരു ഇമേജ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഇമേജിലെ ടെക്സ്ചർ അനുസരിച്ച് നമുക്ക് ആ ഒരു ഫോണ്ടിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്കൊരു 3D ലുക്കിലോട്ട് മാറ്റണം. അതിന് വേണ്ടി നിങ്ങൾ ബോർഡർ ആൻഡ് ഷാഡോ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രോക്ക് ഒന്ന് ഓൺ ആക്കിയിട്ട് അതൊരു 3.0 വെച്ച് കൊടുക്കുക. ഇനി താഴെ നമുക്ക് ഷാഡോ എന്നുള്ളാവും. അപ്പോൾ ആ ഷാഡോ ഒന്ന് ഓണാക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈസും ആൽഫയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി കൊടുത്താൽ നമുക്കൊരു 3D ലുക്കിലോട്ട് നമുക്ക് ആ ഒരു ഫോണ്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഫോണ്ടിനനുസരിച്ച് നിങ്ങളതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവിടെ. ഇനി നിങ്ങൾക്ക് ഇതേപോലെ തന്നെ മറ്റേ ആ ഒരു പൂരം എന്നുള്ളത് നിങ്ങൾക്കിത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഉത്രാളിക്കാവുന്ന സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പൂരം എന്നുള്ളത് സെറ്റ് ആക്കണം. വീണ്ടും നിങ്ങൾ ആ ഒരു എന്നിട്ട് ടെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു ഫസ്റ്റത്തെ ആ ഒരു ഏരിയ നമ്മളൊന്ന് എടുത്ത് കളയാം. അത് ഉത്രാളിക്കാവിൻ്റെ ആ ഒരു കോഡാണ് കേട്ടോ. അതൊന്ന് എടുത്ത് ഇറേസ് ചെയ്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് ഈ ഒരു ഫോണ്ടിന് നമുക്ക് ഏതെങ്കിലും ഒരു മലയാളം ഫോണ്ടിലോട്ട് ആക്കി കൊടുക്കുക കേട്ടോ. അതൊരു ബ്ലാക്ക് കളറിലാക്കണമെങ്കിൽ നമ്മൾ മറ്റേ ആ ഒരു ടെക്സ്ചർ കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി നേരത്തെ നമ്മൾ ആ ഒരു ഉത്രാളിക്കാവിന് ചെയ്ത പോലത്തുള്ള ആ ഒരു ടെക്സ്ചർ തന്നെ ഇതിൽ കൊടുത്താൽ മതി. ഇനിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ടുള്ളൊരു ഫോണ്ടിൽ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സിമ്പിൾ കളറിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ സേവ് ചെയ്യുമ്പോൾ നിങ്ങളത് PNG ആയിട്ട് തന്നെ സേവ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.